പ്രേയർ പറഞ്ഞോട്ടാ. ഓക്കെ മാം. ربنا زدنا علما نافعا آتنا حسنة في حياتنا هب لنا قرة آتنا هداية نحن عبادك يا إلهنا ارحمنا ربنا واغفر ذنوبنا ثبت قلوبنا على دينك نجنا وانصرنا من كل آفات أنت مجيب الدعوات ربنا زدنا علما نافعا آتنا حسنة في حياتنا. Thank you. തോട്ട് ഞാനാണ് മിസ്സേ. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ് ടു ഓൾ ഫ്രണ്ട്സ്. നമുക്ക് എല്ലാവർക്കും വലിയ സഹായങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞെന്ന് വരില്ല. ചെറിയ നന്മകൾ വളരെ ആത്മാർത്ഥമായി ചെയ്യുവാൻ സാധിക്കുകയും ചെയ്യും. താങ്ക് യു മിസ്. Signing Disneya. Good morning, Abarna Miss and all my dear friends. Welcome to today's online class. Let's begin our day with a smile and positive energy. Before we start, let me share a short moral story. The Cracked Pot. Once a water barrier had two pots. One was perfect, the other had a small crack. Every day, the cracked pot delivered only half the water. Feeling ashamed, it said sorry to the water barrier, but he smiled and said, "Look at the flowers on your side of the path. I planted seeds there, and you watered them every day without knowing." Moral: even our flaws can be a blessing. Everyone is special in their own way. So, let's learn with confidence, kindness, and curiosity. Thank you. Good morning all. Good morning ma'am. Good morning, ma'am. Good morning ma'am. നമ്മള് ഗുഡ് മോർണിംഗ്. ഹെൽത്ത് ആൻഡ് ഏത് ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? ഫസ്റ്റ് എയ്ഡ് കഴിഞ്ഞു. ഹെൽത്ത് ആൻഡ് Unit 7. Health care. ഫിഫ്ത്ത് യൂണിറ്റ് കഴിഞ്ഞു. 7th യൂണിറ്റിലേക്ക് വന്നു അല്ലെ. ഹെൽത്ത് കെയർ എന്ന് പറയുന്ന യൂണിറ്റ് ആണ് ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ. നമ്മളുടെ കോഴ്സിന്റെ പേര് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്നാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ജസ്റ്റ് ഞാൻ ഈ ഒരു സിലബസ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഈ സിലബസിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സിലബസ് പറയുന്നത് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷനിൽ 8 യൂണിറ്റ് ആണ് ഉള്ളത്. നമ്മൾ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ പാർട്ട് 1 എന്നാ പറയുന്നത്. അതിൽ 8 യൂണിറ്റ് ഉണ്ട്. മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനെസ്, അത് ജിഷ മിസ് എടുക്കുന്ന ടോപ്പിക്കാണ്. എടുത്തു കഴിഞ്ഞോ? ഫസ്റ്റ് കഴിഞ്ഞു. ഓക്കെ. ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി നെക്സ്റ്റ് യൂണിറ്റ് ആണ്. ജിഷ മിസിന്റെ തന്നെ ടോപ്പിക്കാണ്. ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ് ഡയറ്റ് എന്റെ യൂണിറ്റ് ആണ്, ഞാൻ എടുത്തോളാം. കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് എന്റെ യൂണിറ്റ് ആണ്. ഫസ്റ്റ് എയ്ഡ് എന്റെയാണ്. മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ജിഷ മാം എടുക്കുക. ഹെൽത്ത് കെയർ ആണ് ഞാൻ ഇപ്പൊ എടുക്കുന്നത്, അതെന്റെ യൂണിറ്റ് ആണ്. ചൈൽഡ് വെൽഫെയറും ഞാൻ എടുക്കുന്ന ചാപ്റ്റർ ആണ്. ഓക്കെ. ഞാനും ജിഷ മിസ്സും ആണ് പാർട്ട് 1 ഓക്കെ. അത് ക്ലിയർ ആണോ മാം? ഒന്നും കൂടി പറയോ മാം? യൂണിറ്റ് 1, 2, 6 ജിഷ മിസ്സിന്റെ ടോപ്പിക് ആണ്. ബാക്കിയൊക്കെ എന്റെ യൂണിറ്റ് ആണ്, പാർട്ട് 1. ഓക്കെ മിസ്. ദെൻ നമ്മളുടെ സെക്കൻഡ് പാർട്ടിനെ നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്.
ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി എന്ന് പറഞ്ഞാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആദ്യം നമ്മൾ 5 ഡെവലപ്മെന്റ്സിനെ കുറിച്ചിട്ട്, ഒരു കുട്ടിയുടെ ലൈഫിൽ വരുന്ന 5 ഡെവലപ്മെന്റ്സ് ആണ് ചൈൽഡ് ഡെവലപ്മെന്റിൽ പഠിക്കുന്നത്. ആദ്യം ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്, ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്, സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ്, അങ്ങനെ 5 ഡെവലപ്മെന്റ്സ് ആണ് ആദ്യം വരുന്ന പോർഷൻ. ഇതില് ആദ്യ മിസ് എവിടെ വരെ ആയി? ഒന്നാമത്തേതായിട്ടുള്ളൂ. ഒന്നാമത്. ഓക്കെ, അത് കൂടുതലായിട്ട് ഇരുന്ന് പഠിച്ചു വരാനുള്ളതാണ്. ഫസ്റ്റത്തെ പാർട്ട് പോലെയല്ല, കുറച്ച് നിങ്ങൾ മനസ്സിലായി കാണും അല്ലെ, കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട പോർഷൻ ആണ് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി അല്ലെ. ദെൻ 6 മുതൽ 10th വരെയും സൈക്കോളജി പോർഷൻ ആണ്. 6th മുതൽ 10th വരെയും വരുന്നത് സൈക്കോളജി പോർഷൻ ആണ് കേട്ടോ. സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ നമ്മളത് 2 ഭാഗമായിട്ട്, 2 പേപ്പർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പേപ്പർ ചൈൽഡ് ഡെവലപ്മെന്റ്, സെക്കൻഡ് പേപ്പർ സൈക്കോളജി, അങ്ങനെ വിചാരിക്കുക. ആദ്യം 5 എണ്ണം ഡെവലപ്മെന്റ്, പിന്നെ വരുന്നതെല്ലാം സൈക്കോളജിയുടെ ഭാഗമാണ്. ഓക്കെ, ഇത് ടീച്ചേഴ്സ് ഷെയർ ചെയ്തായിരിക്കും എടുക്കുന്നത്. അപ്പൊ നിങ്ങളൊരു ബുക്ക് കീപ്പ് ചെയ്യുകയാണെങ്കിൽ, ഓരോ ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് ഓരോ ബുക്കോ 100 പേജിന്റെയോ 200 പേജിന്റെ ചെറിയ ബുക്ക് കീപ്പ് ചെയ്യുകയാണെങ്കിൽ പോലും ആ ടീച്ചറിന്റെ പേര് എഴുതാം, ആ ടീച്ചർ എടുക്കുന്ന ചാപ്റ്ററിന്റെ പേര് എഴുതാം. നിങ്ങൾ അതിൽ കളക്ട് ചെയ്യുന്ന നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. ദെൻ അടുത്ത ചാപ്റ്റർ എടുക്കുമ്പോൾ അടുത്ത ചാപ്റ്ററിന്റെ പേര് എഴുതാം. അത് നിങ്ങൾ സ്വയം ലെക്ചർ നോട്ടും കാര്യങ്ങളും നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഓക്കെ. ഇനി ഈ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 കഴിയുമ്പോൾ ടേം 1ന്റെ എക്സാം വരും. നിങ്ങൾക്ക് ടേം 1 എന്ന് പറഞ്ഞ എക്സാം വരും. ഈ ഒരു പോർഷനിൽ നിന്നും പിന്നെ പ്ലസ് ഇംഗ്ലീഷിൽ നിന്നും ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. ടേം 1 എക്സാം കഴിഞ്ഞിട്ട് ആയിരിക്കും നമ്മൾ പാർട്ട് 3 ആൻഡ് 4ന്റെ ക്ലാസ്സുകൾ പോകുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്ക് പോവാം ഹെൽത്ത് കെയറിലേക്ക്. ഓക്കെ, ഹെൽത്ത് കെയറിൽ നമ്മൾ എവിടെ വരെ പറഞ്ഞു എന്ന് ഓർമ്മയുണ്ടോ? എന്താണ് എടുക്കുന്നല്ലേ ഉള്ളൂ? പാരഗ്രാഫ് വായിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മള് ഇമ്മ്യൂണൈസേഷനെ കുറിച്ചായിരിക്കും അല്ലെ പറഞ്ഞത്. കുട്ടികളിൽ നമ്മൾ വാക്സിൻസ് എടുക്കും. അവര് ഓരോ ഏജിനനുസരിച്ചും അല്ലെങ്കിൽ ഓരോ മന്ത്സിലും കുട്ടി ജനിക്കുന്നതിന് മുമ്പ് മുതൽ നമ്മൾ ഇമ്മ്യൂണൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുമല്ലേ കുട്ടിയുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് അല്ലേ. TT ആണ് ഫസ്റ്റ് നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന വുമണിന് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കുട്ടി ജനിച്ചതിന് ശേഷം നമ്മൾ വാക്സിൻസും കാര്യങ്ങളും കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ട് എടുക്കും. കാരണം കുട്ടികൾക്ക് നമുക്കറിയാം, കുഞ്ഞു കുട്ടികൾക്ക് എന്താണ്, ഇമ്മ്യൂണിറ്റി വളരെ കുറവായിരിക്കും അല്ലെ. എപ്പോഴും അസുഖങ്ങൾ വരും. നമ്മൾ കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസിൽ പറഞ്ഞു, കുട്ടികൾക്ക് എപ്പോഴും അസുഖങ്ങൾ വരും. കാരണം എന്തുകൊണ്ടാണ്? ആബ്സെൻസ് ഓഫ് ഇമ്മ്യൂണിറ്റി പവർ വളരെ കുറവാണ് ആർക്ക്? കുട്ടികൾക്ക്. അതുകൊണ്ടാണ് അവർക്ക് അസുഖങ്ങൾ എപ്പോഴും വരുന്നത്. സോ അവർക്ക് കുറച്ചും കൂടി ഇമ്മ്യൂണിറ്റി പവറും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാക്സിൻസും കാര്യങ്ങളും എടുക്കുന്നത്. ഓക്കെ, ഇനി ഇതിൽ ഞാൻ ഡിഫ്തീരിയനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഫസ്റ്റ് ഫുൾ പോർഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു DPT. ഇപ്പോ നമ്മൾ DPTക്ക് പകരം കൊടുക്കുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. DPTക്ക് പകരം കൊടുക്കുന്ന വാക്സിൻ ഏതാണ്? അത് ക്വസ്റ്റ്യൻ ആണ്. പെൻറ്റാവാലന്റ് ആണ്. ഓക്കെ, ഓക്കെ. ഇനി നമ്മൾ നോക്കുന്നത് പോളിയോ മലൈറ്റിസ് ആണ്. മലൈറ്റിസ് നമ്മൾ പണ്ട് പോളിയോ മലൈറ്റിസ് അല്ലെ, ഞാൻ അതിന്റെ വാക്സിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഓറൽ പോളിയോ വാക്സിനും ഇനാക്റ്റീവ് പോളിയോ വാക്സിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പറഞ്ഞു മാം. എന്റെ ഒരു ഓർമ്മയിൽ ഞാൻ മീസിൽസ് വരെയും പറഞ്ഞു എന്നാണ് എന്റെ ഓർമ്മ. മീസിൽസ് മുതൽ എടുത്താൽ മതി എന്നായിരുന്നു എന്റെ ഓർമ്മ. തൊട്ടാണ് പോളിയോമൈലിറ്റ്സ് പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പൊ മീസിൽസ് എന്താ അസുഖം? നമ്മൾ പഠിച്ചല്ലേ? റെഡ് കളറുള്ള സ്പോട്ട് നമ്മളുടെ ദേഹത്തൊക്കെ, കുഞ്ഞു കുട്ടികളുടെ ദേഹത്തൊക്കെ ഫുൾ റെഡ് കളറുള്ള സ്പോട്ട് ആയിരിക്കും വരുന്നത് മീസിൽസിന്റെ ഭാഗമായിട്ട്. കുട്ടികൾ നല്ല ഫീവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും റോസ് റെഡ് കളറുള്ള സ്പോട്ടും കാര്യങ്ങളൊക്കെ മേത്തും കാര്യങ്ങളൊക്കെ വരും അല്ലെ, മേത്തൊക്കെ ഉണ്ടാവും. ഈ ഒരു അസുഖമാണ് മീസിൽസ് എന്ന് പറയുന്നത്. മീസിൽസിന് എതിരെ എടുക്കുന്ന വാക്സിൻ ആണ് MR വാക്സിൻ. എന്ത് വാക്സിനാണ്? MR വാക്സിൻ ആണ് 9ാം മാസത്തിൽ എടുക്കുന്നത്. 9 months 9 to 12 months എന്ന് പറയുമെങ്കിലും നമ്മൾ 9 monthsലാണ് ഏത് വാക്സിൻ എടുക്കുന്നത്? MR വാക്സിൻ എടുക്കുന്നത്. MR വാക്സിന്റെ ഫുൾ ഫോം ആർക്കെങ്കിലും അറിയോ? മോണോവാലന്റ് വാക്സിൻ ആണോ? അത് പിന്നോ
മീസിൽസ് റുബല്ല. അതെ, മീസിൽസ് റുബല്ല വാക്സിൻ കിട്ടാം. ഇതിലൊക്കെ എവിടെ നിന്ന് കിട്ടി? അല്ല, അങ്ങനത്തെ പേരുകൾ കുറെ ഞാൻ ഓൾറെഡി ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് പഠിച്ചാണ്. ഓക്കെ ഓക്കെ. MR വാക്സിൻ. അപ്പൊ MR കേട്ടിട്ടില്ലേ? ഉണ്ട്. പെട്ടെന്ന് എനിക്ക് വാക്സിന്റെ ഞാൻ എന്താ ശരിക്കും കേട്ടില്ല. ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കണം. അപ്പൊ പെട്ടെന്ന് ധൃതിയില്. വർക്ക് ചെയ്യാണോ മോൻ? ഇപ്പൊ വർക്ക് ചെയ്യില്ല, ഞാൻ ഇപ്പൊ അത് കഴിഞ്ഞു. ഞാൻ എംപ്ലോയ്മെന്റിൽ വർക്ക് ചെയ്തായിരുന്നു. ഓക്കെ. അപ്പൊ MR വാക്സിൻ എന്ന് പറയുന്നത് മീസിൽസ് റുബല്ല. മീസിൽസ് റുബല്ലയും വരാതിരിക്കാനായിട്ടുള്ള ഒരു വാക്സിനാണ് MR വാക്സിൻ. MR വാക്സിൻ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രായം ഏതാണ്? 9 monthsലാണ് MR ഫസ്റ്റ് ഡോസ് കൊടുക്കുന്നത്. നമ്മൾ ഹെൽത്തിൽ നിന്നാണ് സാധാരണയായിട്ട് MR വാക്സിൻ എടുക്കുന്നത്. ഇനി നമ്മൾ ഒരു 1.5 yearsനുള്ളിൽ നമ്മൾ MMR വാക്സിൻ എടുക്കണം അല്ലെ? ഇത് പറഞ്ഞിരിക്കുന്നത് 15 to 18 months ആണ് MMR വാക്സിൻ. MMR വാക്സിന്റെ ഫുൾ ഫോം എന്താണ്? മബ്സ് മീസിൽസ് റുബല്ല. മീസിൽസ് മംസ് റുബല്ല. അതാണ് കറക്റ്റ് കേട്ടാ. മീസിൽസ് മംസ് റുബല്ല. നമ്മുടെ ടെസ്റ്റിൽ മിസ്റ്റേക്ക് ഉണ്ട്. ടെസ്റ്റ് നോക്കി പറഞ്ഞവർ ചില അത് മാറും നമുക്ക്. ആദ്യം മീസിൽസ്, പിന്നെ മംസ് റുബല്ല. ഇത് കുറച്ച് തെറ്റാണ് കേട്ടോ. നോക്കിയാൽ മതി നിങ്ങൾ. ഓക്കെ. അപ്പൊ മീസിൽസ് മംസ് റുബല്ല എന്നാണ് MMRന്റെ ഫുൾ ഫോം. ജസ്റ്റ് നിങ്ങളൊന്ന് ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കിയ MMRന്റെ ഫുൾ ഫോം. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെസ്റ്റിൽ തെറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒന്ന് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് MMR വാക്സിന്റെ ഗൂഗിളിൽ കിടക്കുന്നത് മിസ് പറഞ്ഞു തന്നെ ഗൂഗിളിൽ കിടക്കുന്നത്. മുകളിലോ? ഗൂഗിളില് നോക്കിയോ? ആ. ഓക്കെ. മംസ്, മീസിൽസ് മംസ് റുബല്ല കേട്ടോ MMR വാക്സിൻ എന്ന് പറയുന്നത്. ഓ ഇതിൽ നമ്മുടെ ടെസ്റ്റിൽ ചെറിയ മിസ്റ്റേക്ക് ആണ്. അപ്പൊ അതൊന്ന് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ മീസിൽസ് മംസ് റുബല്ല ഓർഡർ തെറ്റിച്ച് തരും നമുക്ക് അവര്. അപ്പൊ നമ്മൾ കറക്റ്റ് ഓർഡർ ചിലപ്പോ MMR സ്റ്റാൻഡ്സ് ഫോർ എന്നായിരിക്കും. മംസ് മീസിൽസ് റുബല്ല ഉണ്ടാവും, മീസിൽസ് മംസ് റുബല്ല ഉണ്ടാവും. നമുക്ക് കൺഫ്യൂഷൻ ആവും അല്ലെ? നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിക്കുക മീസിൽസ് മംസ് റുബല്ല. അതാണ് MMR വാക്സിൻ. ഓക്കെ അല്ലേ? യെസ് മാം. അപ്പൊ നമ്മൾ മീസിൽസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. നമ്മളുടെ ഏരിയയിൽ ഒരു മീസിൽസിന്റെ എപ്പിഡമിക്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ, പകർച്ചവ്യാധിയും കാര്യങ്ങളും വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് ആർക്കെങ്കിലും മീസിൽസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫാമിലി ഡോക്ടറിനോട് ചോദിക്കുക. കുട്ടിക്ക് ഇമ്മ്യൂണൈസേഷൻ എടുത്തിട്ടില്ലെങ്കിൽ ഫാമിലി ഡോക്ടറിനോട് ചോദിക്കുക കുട്ടിക്ക് ഇമ്മ്യൂണൈസേഷൻ എടുക്കണം. അപ്പൊ ഡോക്ടർ എന്തായാലും പ്രിസ്ക്രൈബ് ചെയ്യാൻ ഇമ്മ്യൂണൈസേഷൻ എടുക്കണം എന്നാണ് പറയുന്നത്. അതേപോലെ ഇങ്ങനൊരു സാഹചര്യം വരുന്നതിന് മുമ്പ് എന്തായാലും നമ്മൾ മീസിൽസിന്റെ വാക്സിൻ എടുക്കണം. മീസിൽസ് വന്നു കഴിഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിഫക്ട്സും കാര്യങ്ങളും വരാനുള്ള ചാൻസ് കൂടുതലാണ്. കേൾവി കുറവ്, അത് എന്താ പറയാ, ഹിയറിംഗ് ഇമ്പയർമെന്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. മീസിൽസ് എന്ന് പറയുന്ന അസുഖം കുട്ടികൾക്ക് ചെറുപ്പത്തിലേ വന്നു കഴിഞ്ഞാൽ കേൾവി കുറവ് സംഭവിക്കും. നിങ്ങൾ അടുത്ത ചാപ്റ്ററിൽ ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് നിങ്ങൾക്ക്. അതിൽ നമ്മൾ ഹിയറിംഗ് ഇമ്പയർമെന്റിന്റെ റീസൺസിൽ പറയുന്നുണ്ട്. എന്താ മീസിൽസ് വന്നാൽ നമുക്ക് ആ ഒരു ഹിയറിംഗ് ഇമ്പയർമെന്റ് വരും, കേൾവി കുറവ്, കേൾവി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ മാക്സിമം മീസിൽസിന്റെ വാക്സിൻ ആ കറക്റ്റ് ടൈമിൽ തന്നെ എടുക്കണം. ഇപ്പോഴൊക്കെയാണ് മീസിൽസിന്റെ വാക്സിൻ എടുക്കുന്നത് 9 monthsലും 1.5 monthsലും എടുക്കണം. 1.25 to 1.5 വയസ്സ് അതിനുള്ളിൽ ബൂസ്റ്റർ ഡോസ് എടുക്കണം. സാധാരണ നമ്മുടെ ഹെൽത്തില് MR സെക്കൻഡ് ഡോസ് ആണ് കിട്ടുന്നത്. MR സെക്കൻഡ് ഡോസ്. പക്ഷേ നമ്മൾ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു അസുഖമാണ് മംസ് എന്ന് പറയുന്നത്. റുബല്ല ഞാൻ പറയാം. മംസ് എന്ന് പറയുന്ന അസുഖം. മംസ് എന്ന് പറഞ്ഞാൽ എന്താ അസുഖം? മുണ്ടിനീര്. മംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുണ്ടുനീരാണ്. അപ്പൊ മുണ്ടുനീര് വരാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് വാക്സിൻ എടുക്കണം? MMR എടുക്കണം. ഈ മുണ്ടുനീര് വന്നു കഴിഞ്ഞാൽ സാധാരണ ആർക്കൊക്കെ വന്നിട്ടുണ്ട് മുണ്ടുനീര്? എനിക്ക് വന്നിട്ടുണ്ട്, ചെറുത് എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ തൃശ്ശൂര് ഡിസ്ട്രിക്റ്റിലാണ്. അപ്പൊ മക്കൾ പഠിക്കുന്ന സ്ഥലത്ത് ഇപ്പൊ മുണ്ടുനീരായിട്ട് LP സ്കൂൾ മൊത്തം അടച്ചാക്കാണ്. ഒരാഴ്ച ഇപ്പൊ അവര് പോയി. കഴിഞ്ഞ ഇടയ്ക്ക് ഞങ്ങളുടെ ഇവിടെ ഒരു
വേനൽ സമയത്തായിരുന്നു, കഴിഞ്ഞ ലാസ്റ്റ് സമ്മർ വെക്കേഷനൊക്കെ മുമ്പായിട്ട്, എക്സാമിനൊക്കെ തൊട്ട് മുമ്പായിട്ട് ഞങ്ങളിവിടെ അടുത്തൊരു സ്കൂളിലും ആദ്യം കുറച്ച് കുട്ടികൾക്കാണ് റിപ്പോർട്ട് ചെയ്തത്. പക്ഷെ പെട്ടെന്ന് ആ സ്കൂളിൽ മിക്ക കുട്ടികൾക്കും മുണ്ടുനീര് വന്നു. സ്കൂൾ ഫുൾ ആയിട്ട് അടച്ചു. കാരണം എക്സാം ആണ്. എന്നിട്ടും ആ ഒരു സെക്ഷനിലെ കുട്ടികൾക്ക് എല്ലാവർക്കും ആർക്കും എക്സാം കണ്ടക്ട് ചെയ്തില്ല. ഇത് ലോക്ക്ഡൌൺ പോലെ ആയി. കാരണം അവർക്ക് പോകാൻ പറ്റില്ല. കാരണം പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് അസുഖമാണ് മംസ് എന്ന് പറയുന്നത്, മുണ്ടുനീര് എന്ന് പറയുന്നത്. അപ്പൊ മുണ്ടുനീര് വരാതിരിക്കാൻ നോക്കുക, പ്രോപ്പറായിട്ട് വാക്സിൻ എടുക്കാനായിട്ട് ശ്രമിക്കാം. ഇനി ഈ മുണ്ടുനീര് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇപ്പൊ പെൺകുട്ടികൾക്ക്, എനിക്കും മുണ്ടുനീര് വന്നിട്ടുണ്ട് ചെറുപ്പത്തില്, എനിക്കും ഓർമ്മയുണ്ട്. അവളത് ഇത്രയും അങ്ങോട്ട് തീർത്തിട്ടുണ്ടാവും അല്ലെ. ഈ ഒരു ഭാഗത്ത് ഭയങ്കര നീര് പോലെ ആയിരുന്നു അല്ലെ, വന്നവർക്ക് അറിയാലേ. ഭക്ഷണം കഴിക്കാനൊന്നും പറ്റൂല, വാതുറക്കാൻ പറ്റൂല. വെച്ചിട്ടില്ല. എന്റെ പ്ലേസ് പറവൂരടുത്താണ് കേട്ടോ, നോർത്ത് പറവൂരടുത്താണ്, എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂർ അടുത്താണ്. ഓക്കെ. ഭക്ഷണം കഴിക്കാൻ വല്ല ഭയങ്കര വേദനയും, പിന്നെ ആയുർവേദ മരുന്ന് എന്തായിരുന്നു അന്ന് യൂസ് ചെയ്തിരുന്നത്, എന്തോ ഒരു ഓയിൽമെന്റ് പോലത്തെ മരുന്നും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആയുർവേദമാണോ ഹോമിയോ ആണോ എന്ന് ഡൗട്ട് ഉണ്ട് കേട്ടോ. അതായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അപ്പോ ഈ മംസ് എന്ന് പറയുന്ന അസുഖം സ്ത്രീകൾക്ക് വന്നാൽ അത്രയും പ്രശ്നം ഇല്ല എന്നാ, പക്ഷെ ചെറിയ ആൺകുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ അത് ചെറിയ പ്രശ്നമാണ്. ഇമ്മെച്യൂർ ആയിട്ടുള്ള ആൺകുട്ടികൾ ഉണ്ടല്ലോ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെച്യൂരിറ്റി ആവാത്ത ആൺകുട്ടികൾ, 14 വയസ്സ്, ഇപ്പൊ നമ്മള് പീരീഡ്സ് ആവുന്ന പോലെ അവരും മെച്യൂർ ആവുന്നുണ്ടല്ലോ. അപ്പൊ മെച്യൂർ ആവാത്ത ആൺകുട്ടികളുണ്ടല്ലോ, അവർക്ക് ഈ മംസ് എന്ന് പറയുന്ന അസുഖം വന്നു കഴിഞ്ഞാൽ അവരുടെ ഫെർട്ടിലിറ്റിനെ അത് അഫക്ട് ചെയ്യും, പ്രത്യുൽപാദന ശേഷിയെ അത് അഫക്ട് ചെയ്യും, ഇൻഫെർട്ടൈൽ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോ നമ്മള് ഹോസ്പിറ്റലിൽ പോകുമ്പോ മിക്ക കേസുകളും ഒബ്സർവ് ചെയ്യുമ്പോൾ പുരുഷന്മാര് ഇൻഫെർട്ടൈൽ ആണ് എന്ന് വരുന്ന കേസുകൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിൽ കൂടുതലായിട്ട് ഡോക്ടർമാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് ചെറുപ്പത്തിൽ എപ്പോഴെങ്കിലും മംസ് എന്ന് പറയുന്ന അസുഖം വന്നിട്ടുണ്ടോ? ഓക്കെ. മംസ് എന്ന് പറയുന്ന അസുഖം വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ മംസ് എന്ന് പറയുന്ന അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ചാൻസ് എന്താണ്, ഇൻഫെർട്ടൈൽ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോ കുഞ്ഞി ആൺകുട്ടികൾ ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ എന്തായാലും നമ്മളൊരു 1 വയസ്സ് 1.5 വയസ്സിനുള്ളിലുള്ള കുട്ടികൾക്ക് എന്തായാലും MMR വാക്സിൻ എടുക്കണം കേട്ടോ. ആർക്കൊക്കെ ഉണ്ട് ആൺകുട്ടികള് 1 വയസ്സ്? നമ്മളിപ്പോ 9ാം മാസത്തിലോ 1.5 വയസ്സിലോ നമ്മൾ എടുത്തിട്ടുണ്ട്, വാക്സിൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിപ്പോ വന്നു കഴിഞ്ഞിട്ട് വീണ്ടും എടുക്കണോ വാക്സിൻ? ഓൾറെഡി അവർക്കത് കുഴപ്പമുണ്ടാകുന്നില്ല. കേട്ടിട്ടുണ്ട്, ഹിയറിംഗിന്റെ പ്രശ്നം ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് കുറച്ചും കൂടി സീരിയസ് ആണ്. ഞാൻ പറയട്ടെ, നമ്മള് മോന്റെ ഈ വാക്സിൻ എടുത്ത പേപ്പർ ഇല്ലേ, വാക്സിൻ എടുത്ത പേപ്പർ എടുക്കാം, വാക്സിനേഷന്റെ പേപ്പർ എടുക്കാം. അതില് MRഉം MMRന്റെയും ഡേറ്റ് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം MMR എടുത്ത ഡേറ്റ് ഉണ്ടാവില്ലേ, അത് നമ്മൾ നോക്കണം. MMR എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മളുടെ 16 to 24 മന്ത്സിന്റെ ആ ഒരു ലിസ്റ്റ് വീട്ടിലെല്ലാവരെയും ഉണ്ടാവുമല്ലോ, ആ ഒരു കാർഡ് ഉണ്ടെങ്കിൽ അത് നോക്കുക MMR വാക്സിൻ ഉണ്ടോ എന്നുള്ളത്. സാധാരണ ഹെൽത്തിൽ നിന്നല്ല MMR വാക്സിൻ എടുക്കുന്നത്, അത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നാണല്ലേ MMR വാക്സിൻ എടുക്കുന്നത് അല്ലെ. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നാണ്, കുറച്ച് പൈസയാകും, എന്നാലും നിർബന്ധമായിട്ടും MMR വാക്സിൻ നമ്മൾ എടുക്കണം. ചിലപ്പോൾ നമ്മളോട് പറയും, ഹെൽത്തിൽ നിന്നൊക്കെ പറയും, കുഴപ്പമില്ല, MR പോലെ തന്നെയാണ്, MR സെക്കൻഡ് ഡോസും കുഴപ്പമൊന്നുമില്ല, MMR വാക്സിൻ എടുക്കണ്ട എന്ന് പറയും. പക്ഷെ എനിക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് അറിയുന്നത് കൊണ്ട് തന്നെ, എനിക്ക് ഇളയാള് ആൺകുട്ടിയാണ്, മൂത്താൾക്ക് എടുത്ത് ഇളയാള് ഇങ്ങനെ വാക്സിൻ എടുക്കുന്ന സമയത്ത് എപ്പോഴും വയ്യാഴിക വരുന്നതാണ്. ചെറുപ്പത്തില് എപ്പോഴും പനിയും കാര്യങ്ങളൊക്കെ എപ്പോഴും മാറി മാറി വരും. ഒന്നില്ലെങ്കിൽ എന്താ പറയുക, ആന്റിബയോട്ടിക് കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവന് വാക്സിന്റെ സമയമാകുമ്പോൾ, അല്ലെങ്കിൽ അവൻ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് വാക്സിന്റെ ടൈം കറക്റ്റ് കിട്ടാറില്ല. അപ്പോ ഞാനിങ്ങനെ ഹെൽത്തിൽ പോയി വാക്സിൻ എടുത്തു, ബാക്കിയെല്ലാ വാക്സിനും എടുത്തു. DPT ഫസ്റ്റ് ഡോസ് എടുത്തു, വൈറ്റമിൻ A, അതേപോലെ OPVയും കൊടുത്തു. അപ്പൊ എന്നോട് അവർ ചോദിച്ചു, MMR വാക്സിൻ എടുത്തിട്ടില്ലല്ലോ, MR വാക്സിൻ എടുക്കട്ടെ, MRന്റെ ബൂസ്റ്റർ കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട. ഓക്കെ, ഞാൻ പറഞ്ഞു നോക്കാട്ടെ ശരിന, ഞാൻ നോക്കിയിട്ട് പറയാവേ, ഞാൻ റീഡ് ചെയ്യുന്നില്ല, കാര്യം പറഞ്ഞു കഴിഞ്ഞെ. അപ്പോ ഞാൻ പറഞ്ഞു വേണ്ട, ഞാനത് MMR എടുത്തോളാം എന്ന് പറഞ്ഞു. MMR എടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് 2 വീക്സിനുള്ളിൽ ഞാൻ പോയിട്ട് MMR വാക്സിൻ എടുത്തത്. MMR വാക്സിന് കുറച്ച് പൈസ ആവുന്നുള്ളൂ, പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, MMR വാക്സിൻ എടുക്കണം കേട്ടോ. നിർബന്ധമായിട്ടും MMR വാക്സിൻ എടുക്കണം. 1 വയസ്സിലെ പോളിയോ
ഇത് ഷെമീന പോളിയോന്റെ ആണാടാ 1.5 വയസ്സിലെ പോളിയോ? അല്ല, 1.5 വയസ്സിന്റെ ഈ വാക്സിൻ വെച്ചിട്ടില്ല മോൻക്ക്. ഇപ്പൊ 3.5 വയസ്സായി. അപ്പൊ ഇനി വെച്ചിട്ട് MMR എടുത്തിട്ടില്ലേ? ഇല്ല. 1.5 വയസ്സിന്റെ തേമെന്ന് പറയുന്നത് MR എടുത്തിട്ടുണ്ടോ? 9ാം മാസത്തെ വെച്ചിന്. ആൺകുട്ടിയാണോ? ആൺകുട്ടിയാണ്. 3.5 വയസ്സായല്ലേ? MMR നമുക്ക് വേണമെങ്കിലും എടുക്കാം. വലിയ നമ്മളുടെ പനിയോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഉറപ്പാണോ 1.5 വയസ്സിൽ എടുത്തിട്ടില്ല എന്നുള്ളത്? 16 months എടുത്തിട്ടില്ല എന്ന് ഉറപ്പാണ്? ഇല്ല എടുത്തിട്ടില്ല കേട്ടോ. 1.5 വയസ്സിലെ ഇല്ല, എടുത്തിട്ടില്ല. 2 വയസ്സിനകം എടുത്താൽ മതിയായിരുന്നു. ഇപ്പൊ ഞങ്ങള് മസ്കറ്റിലായതുകൊണ്ട് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ചെന്നപ്പം 2 വയസ്സ് ജസ്റ്റ് കഴിഞ്ഞു പോയി. അതുകൊണ്ട് അവര് ഇവിടെ എടുക്കാൻ പറ്റത്തില്ല, അങ്ങനെ എടുക്കാൻ പറ്റില്ല. അവര് പറഞ്ഞ കുഴപ്പമില്ല, 9 മന്തിൽ എടുത്തിട്ടുണ്ടല്ലോ അങ്ങനെ. പക്ഷെ മസ്കറ്റിലൊന്നും മംസ് റിപ്പോർട്ട് ചെയ്യുന്നില്ല അല്ലേ? അവിടെ മുൻനിര അധികം റിപ്പോർട്ട് ചെയ്യുന്നില്ല. കേരളത്തിലുള്ള MMR വാക്സിൻ മോനില്ലേ? ആരെയാണ് കാണിക്കുന്നത്? പീഡിയാട്രിഷ്യൻ. നമ്മളടുത്തുള്ള ഹോസ്പിറ്റലിൽ ചില പ്രൈവറ്റ് ഹോസ്പിറ്റലാണോ ഗവൺമെന്റ് ഹോസ്പിറ്റലാണോ കാണിക്കുന്നേ കുട്ടീനെ? ഷെമീന ഹലോ. പറ, പ്രൈവറ്റിലാണോ ഗവൺമെന്റ് ഹോസ്പിറ്റലാണോ പ്രൈവറ്റിലാണ്? ഓക്കെ. ആ പീഡിയാട്രിഷ്യനോട് മോൻ ഇനി പോകുമ്പോ പറയാം, ഡോക്ടറെ ഞങ്ങള് 1.5 വയസ്സിലെ MMR വാക്സിൻ ഇവന് എടുത്തിട്ടില്ല, ഇവൻ ആൺകുട്ടി ആയതുകൊണ്ട് ഇനി എടുക്കണോ എന്ന് ചോദിക്കണം. ചിലപ്പോ വഴക്ക് കേൾക്കാം, വാക്സിൻ എടുത്താ പോരാട്ടോ. ഇവനിക്ക് ആ ടൈമില് പനി കൂടിയിട്ട് ഫിറ്റ്സ് എടുത്തിരുന്നു. അതുകൊണ്ട് പേടിച്ചിട്ടാ ഞാൻ വെക്കാണ്ടിരുന്ന. ഇത് 1.5 വയസ്സിന് നല്ല പനി വരും എന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് ഇങ്ങനെ നീണ്ടു പോയതാ. അവിടുത്തെ ആശാവർക്ക് ഇങ്ങനെ പറയും എന്നോട്. പക്ഷെ നമുക്ക് ഈ ഒരു പേടിയുള്ളത് കൊണ്ട് അവർക്കും ധൈര്യമില്ല. അവർ പറഞ്ഞ് എന്നെ കാണിക്കുമ്പോ ഡോക്ടറോട് പറഞ്ഞിട്ട് മോൻ എന്തായാലും വാക്സിൻ എടുക്കണം കേട്ടോ. കാരണം ഞാൻ പറഞ്ഞ പ്രശ്നം വരും. പെൺകുട്ടികൾക്ക് അത്രയും കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിലും ആൺകുട്ടികളിൽ ആ ഒരു പ്രശ്നം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇൻഫെർട്ടിലിറ്റി ഒക്കെ സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ മംസിന്റെ ഒരു പ്രശ്നമാണ് കേട്ടോ, റിലേറ്റഡ് ആയിട്ട്. അതുപോലെ എന്റെ മൂത്ത മോനിക്ക് 7 വയസ്സായി. ഓനിക്ക് 1.5 വയസ്സിന്റെ വെച്ചിന്, MMR വെച്ചിന്. അപ്പൊ ഓനിക്ക് കഴിഞ്ഞ വർഷം ഇങ്ങനെ വന്നിന്. അപ്പൊ കുഴപ്പമില്ലടാ, അത് കാരണം അഫക്ട് ചെയ്യില്ല. കാരണം മംസിന്റെ വാക്സിൻ ഓൾറെഡി എടുത്തതല്ലേ, നമുക്ക് ആ പ്രശ്നം അഫക്ട് ചെയ്യില്ല. ഇത് എടുക്കാത്തവർക്കാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഞാൻ എന്റെ മോന്റെ കേസ് പറഞ്ഞില്ലേ, അവൻ എപ്പോഴും പനിയായിരുന്നു. ഞാൻ ലാസ്റ്റ് 2 ഇയേഴ്സിനോട് അടുത്ത് ആ സമയത്താണ് പോയി വാക്സിൻ എടുത്തത്. ഒരു 80 1.5 years ഒക്കെ കഴിഞ്ഞു. 2 ഇയേഴ്സിന് അടുത്തായപ്പോഴാണ് ഞാൻ ആ വാക്സിൻ എടുത്തത്. എന്നുവെച്ചാല് ഞാൻ നിർബന്ധമായിട്ട് എടുത്തില്ല, കാരണം നമുക്കറിയാലോ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ എന്തായാലും എടുക്കണം എന്ന് വിചാരിച്ച് ഒരു ടൈം, കാരണം എപ്പോഴും അവന് അസുഖങ്ങൾ വരുമായിരുന്നു. ആ ഒരു 0 മുതൽ 2 ഇയേഴ്സ് വരെയും എപ്പോഴും അസുഖങ്ങളായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ നിർബന്ധമായിട്ട് പോയി എടുത്തൊരു വാക്സിനാണ് MMR വാക്സിൻ. അത്ര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ നിർബന്ധമായിട്ട് നോക്കി, ഡേറ്റ് നോക്കിയിരുന്ന്, അവന് പനിയൊന്നും ഇല്ലാത്ത സമയം നോക്കി, ആന്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ തീർന്ന് ഫീവർ ഒന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് വാക്സിൻ എടുത്തത്. ശ്രദ്ധിക്കണം. ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്തില്ലേനു. ഇപ്പൊ മാം പറഞ്ഞപ്പോ എനിക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലായി. ആശാ വർക്കേഴ്സ് നമ്മളുടെ വാക്സിനും കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടിയിട്ട്, നല്ലതിന് വേണ്ടിയിട്ടാണ് അവർ പറയുന്നത്. കാരണം ഇങ്ങനെ ഭാവിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം അവന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാക്സിൻ എടുക്കാൻ പറയുന്നത്. പനി ഞാൻ ശ്രദ്ധിച്ചതനുസരിച്ച് അവനധികം പനിച്ചില്ല കേട്ടോ, മോന് അധികം പനിച്ചില്ല. കാരണം DPT ഒക്കെ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പെൻഡാവാലറ്റ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് നല്ല പനി ഉണ്ടാവും, മേലൊക്കെ നല്ല രീതിയിൽ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവന് MMR കൊടുത്തപ്പോ സാധാരണ നോർമൽ പനിയായിരുന്നു. മെയിൽ നമ്മള് പാരസ്റ്റമോൾ കൊടുക്കുമല്ലോ, പാരസ്റ്റമോളും കൊടുത്തു. മെയിൽ നനച്ചു തുടച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ പനി നോർമൽ ആയിട്ടുണ്ടായിരുന്നു. വേറെ ഫീവറും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഇവന് പനിച്ചു കഴിഞ്ഞാൽ നല്ല പനിയായിരിക്കും. സാധാരണ പനി എപ്പോഴും വരണമെന്നില്ല കേട്ടോ. അപ്പോ എല്ലാ സമയത്തും ഭയങ്കര പനി, എനിക്ക് ഭയങ്കര പേടിയാണ് അവന്. എപ്പോഴും പനിയും അസുഖങ്ങളൊക്കെ ആയതുകൊണ്ടേ അവന് വാക്സിൻ കൊടുത്തു കഴിഞ്ഞാലും ഭയങ്കര ടെൻഷനാണ്. ഞാൻ ഫുൾ ടൈം അവന്റെ ഒപ്പം തന്നെ നിൽക്കും, വേറെ എവിടെയും പോവില്ല. കാരണം അവൻ എപ്പോഴാ പനിക്കുന്നതെന്ന് അറിയില്ലല്ലോ. ഒത്തിരി ഒരു എന്താ പറയാ പേടി എനിക്ക് അവന്റെ കാര്യത്തിലുണ്ട്. അപ്പൊ പനിച്ചൊന്നുമില്ല, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, പനി ഉണ്ടായില്ല. പറഞ്ഞോണ്ടിട്ട്. അതെ, എന്റെ കയ്യിൽ ഇപ്പൊ കാർഡുണ്ട്. മോന് 9ാം മാസത്തില് 5ാം പനിയുടെ 1ാം ഡോസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 15ാം മാസത്തില് MMR കൊടുത്തിട്ടുണ്ട്.
കൊടുത്തിട്ടുണ്ട്. കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ മാം 1.5 വയസ്സില് ഒരു ജപ്പാൻ ജ്വരം അതൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ 5-ാം പനി 2-ാം കൊടുത്തിട്ടുണ്ട്. ജെഇന്നല്ലേ അത് പറഞ്ഞിരിക്കണേ, ജെഇ മലയാളത്തിലാണ് കൊടുത്താൽ ഇതില് മീൻസ് ജപ്പാൻ ജ്വരം ആണോ? ഫുൾ മലയാളത്തിലായിട്ട് കൊടുത്തിട്ടുണ്ട്. മലയാളത്തിലാണ്. അത് 1.5 വയസ്സിന്റെ എടുത്തിട്ടുണ്ട്. പിന്നെ പറയണ്ട മാം 5-ാം പനി 2-ാം ഡോസും അത് എടുത്തിട്ടില്ല. അപ്പൊ എന്താ അത് മീസിൽസിന്റെ സെക്കൻഡ് ഡോസ് അല്ലെങ്കിൽ MMR വാക്സിൻ എടുത്താൽ മതി. കാരണം MMR വാക്സിൻസിൽ എന്തൊക്കെയുണ്ട്? മീസിൽസ്, മംസ്, റുബല ഉണ്ട്. ഒന്നല്ലെങ്കിൽ മീസിൽസ്, മംസ്, റുബല എടുക്കുക, അല്ലെങ്കിൽ MR വാക്സിന്റെ സെക്കൻഡ് ഡോസ് എടുക്കുക. മോൻ മീസിൽസ്, മംസ്, റുബല എടുത്തത് കൊണ്ട് MR വാക്സിൻ എടുക്കേണ്ട സെക്കൻഡ് ഡോസ്. അത് സാധാരണയായിട്ട് MR2 സാധാരണ വാക്സിൻ എടുത്ത് പോവാറുണ്ട്. പെൺകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഡോക്ടേഴ്സ് പറയും MR മതി, കുഴപ്പമൊന്നുമില്ല എന്ന് പറയാറുണ്ട്. പക്ഷെ ആൺകുട്ടികളുടെ കേസിൽ ഒരു കുറച്ച് നിർബന്ധം പിടിക്കാറുണ്ട്, MMR തന്നെ എടുക്കണം എന്ന് പറയാറുണ്ട് കേട്ടോ. പണ്ടില്ലേ, പണ്ട് ഗവൺമെന്റിൽ ഉണ്ടായിരുന്നു MMR വാക്സിൻ. പണ്ട് നമ്മുടെ ഗവൺമെന്റിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷെ അതിന്റെ റേറ്റ് അറിയാലോ നമുക്ക്. നമ്മൾ ഇത്രയും വാക്സിൻസ് തന്നെ അത്യാവശ്യം നല്ല റേറ്റിൽ ആണ് പുറത്ത് നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വാക്സിൻസ് എടുക്കുന്നവർക്ക് അറിയാൻ പറ്റും. വളരെ റേറ്റ് കൂടുതലാണ്. ബാക്കി നമ്മളുടെ ഗവൺമെന്റ് അത്രയും ഫ്രീ ആയിട്ട് നമ്മുടെ കുട്ടിക്ക് വേണ്ടിയിട്ട്, ഹെൽത്തിന് വേണ്ടിയിട്ട് ഇത്രയും വാക്സിൻസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് MMR മാത്രം എനിക്ക് കോസ്റ്റ്ലി ആണെന്ന് തോന്നുന്നു. ഒരു MMR വാക്സിൻ ആരെ എടുത്തത്? ഈ ഇടയ്ക്ക് ആരെ എടുത്തേ പറഞ്ഞല്ലോ? അമല അല്ലെ? അമല എത്രയായി? 1000 അത്രയല്ലേ ആയിട്ടുള്ളൂ? അറൌണ്ട് 800 ആണ്. വാക്സിന്റെ റേറ്റ് എനിക്ക് 800 ആണ്. പിന്നെ നമ്മള് അവിടെ വരുമ്പോ ദിവ്യ ഡോൺ ബോസ്കോലാണ് എടുത്തത്. ഡോൺ ബോസ്കോയിൽ 775 ഉള്ളൂ. ആണോ? ഓക്കെ. എന്താ പറയാ വന്നേ? പറൂരാണോ നാട്? തിരുത്തിപ്പുറം. ഓക്കേടാ. നമ്മൾ സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ? ഓക്കെ, ഞാൻ മറന്നുപോയതാണ്ടാ. അപ്പൊ അറൌണ്ട് 1000 ആവും. കാരണം ഞാൻ ഹോസ്പിറ്റലിൽ എടുത്ത സമയത്ത് ഡോൺ ബോസ്കോ അല്ല എടുത്തത്, ഞാൻ ശാന്തിയിൽ എടുത്തത്. ചില വരൻസ് ഡോക്ടറിനെ കാണിക്കുന്നത്. അപ്പൊ ശാന്തിയിൽ കാണിച്ച സമയത്ത് ഡോക്ടറിന്റെ ഫീസും പിന്നെ വാക്സിന്റെ റേറ്റും പിന്നെ നമ്മള് കുറച്ച് കാര്യങ്ങളും ഒക്കെ വേണമല്ലോ, ഇഞ്ചക്ഷൻ എടുക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കൂടി ആയപ്പോ 1000 അടുപ്പിച്ചതാവുള്ളൂ. അപ്പൊ 1000 ബിലോയിലായിരിക്കും നമുക്ക് ആ വാക്സിൻ എടുക്കേണ്ട വരുന്നത് കേട്ടോ. പറഞ്ഞേ മാം, അപ്പൊ നമ്മളിത് എടുത്തിട്ടില്ല, പക്ഷെ ലേറ്റ് ആയിട്ടാണ് എടുത്തതെന്ന് വെച്ചാൽ അത് നമുക്ക് അഫക്ട് ചെയ്യോ? അതുകൊണ്ട് ഗുണം ഉണ്ടാവുമോ? അസുഖം വരുന്നതിന് മുമ്പ് എടുക്കണമെന്നല്ലേ ഉള്ളൂ. ഏത് വാക്സിൻ ആയാലും അസുഖം വരുന്നതിന് മുമ്പ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗുണം ഉണ്ടാവില്ലേ? പിന്നെ എടുത്താലും അത് നമുക്ക് ബെനിഫിറ്റ് ആണല്ലേ? അതേടാ, അസുഖം വരുന്നതിന് മുമ്പ് എടുക്കണം കേട്ടോ. അസുഖം വന്നിട്ട് നമ്മൾ എടുക്കായിരുന്നു എന്ന് ആലോചിക്കുന്നതിലും എത്രയോ നല്ലതാണ് അസുഖം വരുന്നതിന് മുമ്പ് എടുക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുക. അപ്പൊ എടുത്തിട്ടില്ലെങ്കിൽ ചോദിച്ചു നോക്കാം, പീഡിയാട്രിഷ്യനോട് ചോദിക്കാം എടുക്കണോ എന്ന് ചോദിക്കാം. പെൺകുട്ടികളാണെങ്കിൽ എടുക്കണ്ടെന്നാ പറയാറ് സാധാരണ ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ ആൺകുട്ടികളുടെ കേസിൽ അവർ അതിനെ എടുക്കണ്ട എന്ന് പറയാറില്ല, നിർബന്ധമായിട്ട് എടുക്കണം എന്നാ പറയാറ്. അപ്പൊ നോക്കട്ടെ, MMR വാക്സിൻ എടുത്തിട്ടില്ലെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. ഇനി ആരാണ് മീസിൽസിനെ കുറിച്ച് വായിക്കുന്നത്? ഞാൻ വായിക്കാം മാം. ഓക്കെ, വായിച്ചോ കേട്ടോ. ടെസ്റ്റ് നോക്കി ഒന്ന് വായിച്ചേക്ക്, ഞാനൊന്ന് സെർച്ച് ചെയ്തിട്ടേക്കാം. Measles. The baby is immunized against measles between the age of 9 and 12 months and a booster in the form of MMR vaccine at 15 to 18 months. Should there be an epidemic of measles in the area, or should a family member get measles before the baby has been immunized? The doctor usually immunizes the baby to protect it from catching it or keep the case from becoming a bad one if the baby before had it. ഈ അസുഖം വരുന്നതിന് മുമ്പ് നമ്മൾ ഇമ്മ്യൂണൈസേഷനും കാര്യങ്ങളും എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. തുടങ്ങുമ്പോൾ ഹൈ ഫീവറും കഫും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. പിന്നെ നമ്മുടെ റെഡ് ഐസസ്, പിന്നെ അതേപോലത്തെ റാഷസും കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിയിലൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം. മീസിൽസ് എന്ന് പറയുന്ന അസുഖം പിന്നീടാണ് കോംപ്ലിക്കേഷൻ, ലീഡ്സ് ടു സീരിയസ് കോംപ്ലിക്കേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ന്യൂമോണിയ ആയിട്ട് തിരിയും.
അതേപോലെ ബ്രെയിൻ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ വീക്ക് ആക്കും. നമുക്ക് മീസിൽസ് ആകെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റുന്നതെന്ന് വെച്ചാൽ പ്രിവെന്റബിൾ ത്രൂ വാക്സിനേഷൻ മുഖേന മാത്രമേ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മോസ്റ്റ് പീപ്പിൾ റിക്കവർ വിത്തിൻ 10 days. 10 ദിവസത്തിനുള്ളിൽ മിക്കവരും പ്രിവെന്റ്. 1 minute ഇതാ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്, പ്രിവെന്റബിൾ ത്രൂ വാക്സിനേഷൻ. മീസിൽസ് എന്ന് പറയുന്ന അസുഖം നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് എങ്ങനെയാണ്? വാക്സിനേഷനിൽ കൂടി മാത്രമാണ്. മോസ്റ്റ് പീപ്പിൾസും 10 daysനുള്ളിൽ റിക്കവർ ആവും. ബട്ട് ഇറ്റ് ക്യാൻ ബി സീരിയസ്. ഇപ്പൊ സീരിയസ് ആണ്, ഞാൻ പറഞ്ഞ പോലെ ന്യൂമോണിയ ആയിട്ടോ ബ്രെയിൻ ഇൻഫ്ലമേഷൻ ആയിട്ടൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈവൻ ഡെഡ്ലി ഡിസീസ് ആണ്, മരണം വരെ സംഭവിക്കാവുന്ന ഒരു ടൈപ്പ് ഓഫ് അസുഖമാണ് എന്ത്, മീസിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ശ്രദ്ധിക്കണം. മീസിൽസിന്റെ വാക്സിൻസ് എല്ലാവരും എടുക്കണം. വാക്സിനേഷൻ ആണ്, വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സേഫ് ആണെന്ന് പറയാം. കാരണം നമുക്ക് അത്രയും കോംപ്ലിക്കേഷനോ കാര്യങ്ങളോ വരില്ല. അസുഖം വന്നാൽ നമ്മുടെ ബോഡി ഓൾറെഡി ആ ഒരു അസുഖത്തിനെതിരെ ആന്റിബോഡീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് തമ്മിൽ എന്ത് ചെയ്തോളും, അറ്റാക്ക് ചെയ്തോളും. ഈ വരുന്ന പുറത്തുനിന്ന് വന്നിട്ടുള്ള ഈ ഒരു ഇൻഫെക്ഷനെതിരെ അവർ പ്രവർത്തിച്ചോളും. അപ്പൊ ശ്രദ്ധിക്കാട്ടാ മീസിൽസ്. ഓക്കെ അല്ലേ? മീസിൽസ് പോലെ തന്നെ മറ്റൊരു അസുഖമാണ് റുബെല്ല. ജർമ്മൻ മീസിൽസ് എന്നും കൂടി ഈ ഒരു അസുഖത്തിന് പേരുണ്ട്, റുബെല്ല. റുബെല്ല എന്ന് പറയുന്നത് ജർമ്മൻ മീസിൽസ് ആണ്. നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ പെട്ടെന്ന് നമുക്കത് കറക്റ്റ് ആയിട്ട് റുബെല്ല എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം മീസിൽസിന്റെ സെയിം സിംറ്റംസും കാര്യങ്ങളാണ് വരുന്നത്. ഈ റാഷസും ഫീവർ പക്ഷെ കുറവായിരിക്കും. സംടൈം ജോയിന്റ് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നമുക്ക് ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇമേജ് കണ്ടോ, ഇതേപോലെയാണ് കുട്ടിയുടെ മുഖം വരുന്നത്. ജർമ്മൻ മീസിൽസ് പോലെ തന്നെയാണ് ആ ഒരു റാഷസും കാര്യങ്ങളും വരുന്നത് കേട്ടോ. റുബെല്ലയുടെ റാഷസും കാര്യങ്ങളാണ്. കുറച്ചും കൂടി വലിപ്പം ഉണ്ടാവും, നമ്മുടെ മീസിൽസിനേക്കാളും കൂടുതൽ കുറച്ചും കൂടി വലിപ്പവും കാര്യങ്ങളും ഉണ്ടാവും. ഈവൻ റുബെല്ല ഇസ് ഹൈലി കണ്ടാജീനിയസ്. ഇതൊരു കണ്ടാജീനിയസ് ആയിട്ടുള്ള അസുഖമാണ്. ഒരാളിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് അസുഖമാണ് എന്ത്, റുബെല്ല എന്ന് പറയുന്നത്. സാധാരണ അസുഖങ്ങളൊന്നും പ്രഗ്നന്റ് വുമൻസിനെ അഫക്ട് ചെയ്യില്ല അല്ലെ. നമ്മൾ കോവിഡിന്റെ ഒക്കെ സമയത്ത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, കോവിഡ് വന്നു കഴിഞ്ഞാൽ ജനിക്കാനിരിക്കുന്ന കുട്ടീനെ അഫക്ട് ചെയ്യില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമ്മൾ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ ടൈമില്, ഇല്ലേ നിങ്ങള്? ശരിക്കും പറഞ്ഞാൽ കോവിഡ് അഫക്ട് ചെയ്യില്ല. പക്ഷെ റുബെല്ല അങ്ങനെയല്ല. പ്രഗ്നന്റ് വുമൻസിന് വന്നു കഴിഞ്ഞാൽ അത് സീരിയസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ നമ്മുടെ ഫീറ്റസ് അറിയാലോ, നമ്മൾ 8 week മുതൽ അണ്ടിൽ ബർത്ത് വരെ ആണ്, ആ ടൈമിനെയാണ് നമ്മൾ ഫീറ്റസ് എന്ന് പറയുന്നത്. ആ ടൈമിൽ വന്നു കഴിഞ്ഞാൽ ഹിയറിംഗ് ഇമ്പയർമെന്റ്, വിഷൻ ലോസ് എന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയാ, വിഷ്വൽ ഇമ്പയർമെന്റ്, വിഷ്വൽ ഇമ്പയർമെന്റ്, ഹാർട്ട് ഡിഫക്ട്സും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്തിന്, റുബെല്ല എന്ന് പറയുന്ന അസുഖം വന്നു കഴിഞ്ഞാല്. നിങ്ങൾ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ടോ? എന്റെയൊക്കെ ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്ത് ഈ റുബെല്ല എന്ന് പറയുന്ന അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീനേജിലേക്ക് വരുന്ന കുട്ടികൾക്ക് റുബെല്ല വാക്സിൻ എടുത്തിരുന്നു. ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? നമ്മുടെ സ്കൂളിലൊക്കെ ഒരു ക്യാമ്പ് പോലെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആ ടൈമില്. റുബെല്ല വാക്സിൻ പെൺകുട്ടികൾക്ക് മാത്രമല്ലേ ഉള്ളൂ? ഇത് റുബെല്ല വാക്സിൻ നിർബന്ധമായിട്ടും പെൺകുട്ടി, കാരണം അത് പ്രഗ്നന്റ് ആയിരിക്കുന്ന വുമണിനെ പോലും അഫക്ട് ചെയ്യാനുള്ള ചാൻസ്, അതേപോലെ ആ കുട്ടി വയറ്റിലുള്ള കുട്ടി അല്ലെങ്കിൽ ഫീറ്റസിനെ പോലും അഫക്ട് ചെയ്യാനായിട്ട് എന്തിനു പറ്റും, ഈ റുബെല്ലയുടെ വൈറസിന് പറ്റും, റുബെല്ല വൈറസിന് പറ്റും. അതുകൊണ്ടാണ് നമ്മള് ഒരു എന്താ പറയാ, ടീനേജിലേക്ക് കിടക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും റുബെല്ല വാക്സിൻ എടുക്കണം എന്ന് പറഞ്ഞാൽ അന്ന് ഗവൺമെന്റിന്റെ ഒരു റോൾ ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ട്, ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. എടുക്കാൻ പറ്റാത്തവരുണ്ടായിരുന്നു തന്നെ. ചിലപ്പോ നമ്മൾ സാധാരണ 40 years 16 years TT ഒക്കെ എടുക്കുന്ന പോലെ തന്നെ ക്യാമ്പ് പോലെ കണ്ടക്ട് ചെയ്ത് അപ്പോഴാണ് ഞങ്ങൾ എടുത്തത് കേട്ടോ. അപ്പോ അങ്ങനെ എടുക്കാനായിട്ട് നിർബന്ധം ഉണ്ടായിരുന്നു. പിന്നീട് അത് അവർ ജനിക്കുമ്പോൾ തന്നെ, പിന്നീട് വരുന്ന കുട്ടികൾക്ക് ജനിക്കുമ്പോൾ തന്നെ MR വാക്സിനോടൊപ്പം തന്നെ റുബെല്ലയുടെ വാക്സിൻ കൊടുക്കാനായിട്ട് തുടങ്ങി. ഇപ്പൊ എല്ലാ കുട്ടികളും റുബെല്ല വാക്സിൻ എടുക്കുന്നുണ്ട്. നമ്മളുടെ എല്ലാ കുട്ടികൾക്കും ഇപ്പൊ MR വാക്സിന്റെ ഒപ്പം റുബെല്ല കിട്ടുന്നുണ്ട്, MMRന്റെ ഒപ്പം റുബെല്ല വാക്സിൻ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോ
റുബെല്ല എന്ന് പറയുന്ന അസുഖം നിസ്സാരക്കാരനാണോ? അല്ല. അപ്പോ ഡൗട്ട് ഒരു ചേഞ്ചസ് എന്ന് പറഞ്ഞാല് റുബെല്ലയുടെയും മീസിൽസിന്റെയും സിംറ്റംസ് ഏകദേശം സെയിം ആയിരിക്കും. അത്ര ഫീവർ ഉണ്ടാവില്ല, ലോ ഫീവർ ആയിരിക്കും റുബെല്ലയ്ക്ക്. പിന്നെ ആ കളറിൽ അഞ്ചാം പനിയേക്കാളും കുറച്ചുകൂടി വലിപ്പമുള്ള ഒരു എന്താ പറയാ ചുമന്ന കുരുക്കളായിരിക്കും ദേഹത്ത് വരുന്നത്. അഞ്ചാം പനിയിൽ നേരത്തെ നമ്മൾ ചെറിയ ചെറിയ കുഞ്ഞു റാഷസ് ആണെങ്കിൽ ഇതിൽ കുറച്ചും കൂടി വലിപ്പം ഉണ്ടാവും റാഷസ്. ഓക്കെ അല്ലേ? ഓക്കെ, അതാരാ വായിക്കുന്നേ? ആരെങ്കിലും ആളെ വായിക്കേട്ട റുബെല്ല. ഞാൻ വായിക്കാം മാം. ആലിയ വായിച്ചോട്. മംസ് അല്ലേ? അല്ല, റുബെല്ല. Well, unless there is an epidemic in the area or a case in the family, doctors usually prefer to immunize babies against rubella when they are 1.5 years old. റുബെല്ല എന്താണെന്ന് മാത്രമേ പറയുന്നുള്ളൂ, വാക്സിനേഷന്റെ ടൈം കാര്യങ്ങൾ പറയുന്നുള്ളൂ. റുബെല്ല ഉണ്ടെങ്കിൽ ജർമ്മൻ ഡിസീസ് എന്നാണ് റുബെല്ലയുടെ പേര്. മറ്റൊരു പേരുള്ളത്. സിംറ്റംസും കാര്യങ്ങളും ഞാൻ സെർച്ച് ചെയ്ത സമയത്ത് നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇതിന്റെ എപ്പിഡമിക്സ് നമ്മുടെ ഏരിയയിൽ ഉണ്ടെങ്കിൽ എന്തായാലും 1.5 ഇയേഴ്സിനുള്ളിൽ നമ്മൾ റുബെല്ല വാക്സിൻ എടുക്കണം. അത് നിർബന്ധമാണ് കേട്ടോ. അപ്പൊ റുബെല്ല വാക്സിൻ എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? റുബെല്ല എന്ന് പറയുന്ന അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റുബെല്ല വാക്സിൻ എടുക്കുന്നത്. നോക്കി, അതിന്റെ സിംറ്റംസ് റാഷസ്, ലോ ഫീവർ, സംടൈംസ് ജോയിന്റ് പെയിൻ ഉണ്ടാവും. റുബെല്ല എന്ന് പറയുന്നത് ഹൈലി കണ്ടാജീനിയസ് ആയിട്ടുള്ള ഒരു അസുഖമാണ്. പ്രഗ്നന്റ് വുമൻസിനാണ് വരുന്നതെങ്കിൽ അത് നമ്മളുടെ ജനിക്കാനിരിക്കുന്ന കുട്ടിക്ക് കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് വരാനുള്ള കാരണമാണ്. ഹിയറിംഗ് ഇമ്പയർമെന്റ്, കേൾവിക്കുറവ്, വിഷ്വൽ ഇമ്പയർമെന്റ്, കാഴ്ചക്കുറവ്, ഹാർട്ട് ഡിഫക്ട്സും കാര്യങ്ങളൊക്കെ വരാനായിട്ട് കാരണമായിട്ടുള്ള ഒരു അസുഖമാണ് എന്ത്? റുബെല്ല എന്ന് പറയുന്ന അസുഖം. റുബെല്ല പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് വാക്സിനേഷൻ ആണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള മോഡ്. 2 വാക്സിൻസ് ആണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഒന്ന് MR വാക്സിൻ ഫസ്റ്റ് ഡോസ്, മീസിൽസ് റുബെല്ല വാക്സിൻ 9 മന്ത്സിൽ കൊടുക്കും. ആൻഡ് MMR വാക്സിൻ മീസിൽസ്, മംസ്, റുബെല്ല വാക്സിൻ. ഈ 2 വാക്സിൻസും നമുക്ക് ഒരു അസുഖത്തെ പ്രിവെന്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്ഫുൾ ആണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ റുബെല്ല? ഓക്കെ മാം. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അസുഖമാണ് എന്ത്? മംസ് അല്ലേ? മംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എന്താ പറയാ, നമ്മുടെ സലൈവറി ഗ്ലാൻഡിന്റെ ഇവിടെ ആയിട്ടൊരു സ്വെല്ലിംഗ് പോലെ ആയിരിക്കും. ജസ്റ്റ് ഒരു ചെറിയ തോട്ട് പെയിൻ ഒക്കെ ആയിട്ടായിരുന്നു എനിക്ക് തുടങ്ങിയത് കേട്ടോ. ജസ്റ്റ് ഒരു തോട്ട് പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോ പിന്നീട് നമുക്കത് കുറച്ചും കൂടി ഈ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു എന്താ പറയാ, കുറച്ചും കൂടി ഇങ്ങനെ വീർത്തൊക്കെ വരും. ഞാൻ അതിന്റെ ഇമേജസ് നോക്കട്ടെ. ഇതേപോലെ ഇങ്ങനെ ഇരിക്കുന്നു. ഇത് കണ്ടോ? ആ ഒരു സൈഡ് മാത്രമായിട്ട്, ആ സൈഡ് തന്നെയാണ്. ഈ ഒരു സൈഡ് മാത്രമായിട്ട് ഇങ്ങനെ വീർത്ത് വരും അല്ലെ? അപ്പോ സാധാരണ 50 to 80 മന്ത്സിൽ നമ്മൾ മംസിന്റെ വാക്സിൻസ് എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. ഇതും കണ്ടാജീനിയസ് ആയിട്ടുള്ള ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ്. മംസ് പെട്ടെന്ന് സ്പ്രെഡ് ആവും കേട്ടോ. മംസ് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ അടുത്തൊരു സ്കൂളിൽ ഫുൾ ലോക്ക്ഡൌൺ വന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ 1-2 കുട്ടികൾക്കാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. പക്ഷെ സിംറ്റംസ്, ചില കുട്ടികൾക്ക് സിംറ്റംസ് ഉണ്ടാവില്ല. ഒരു ചെറിയ തോട്ട് പെയിനും കാര്യങ്ങളൊക്കെ ആയിരിക്കും, പക്ഷെ മംസ് ആയിരിക്കും അവർക്ക്. അപ്പൊ അത് ക്യാരി ചെയ്യും, മറ്റുള്ളവരിലേക്ക് അത് എന്ത് ചെയ്യും? ക്യാരി ചെയ്യും. അപ്പോ പെട്ടെന്ന് സ്പ്രെഡിങ് ആയിട്ടുള്ള ഒരു അസുഖമാണ്. അപ്പൊ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആർക്കും എന്താണ് മിക്കവർക്കും വരാനുള്ള ചാൻസ് വളരെ കൂടുതൽ. ഇമ്മ്യൂണിറ്റി കുറവാണല്ലേ കുട്ടികൾക്ക്. ഇപ്പൊ ഒരു ക്ലാസ്സില് ഒരു കുട്ടിക്ക് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ മംസ് എന്ന് പറയുമ്പോൾ സ്വെല്ലിംഗ് ആണ് നമ്മുടെ ഫസ്റ്റ് ആയിട്ടുള്ള സിംറ്റം ആയിട്ട് പറയുന്നത്. പിന്നെ ഫീവർ, ഹെഡ് ഏക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ പ്ലഫി ചീക്ക്, ടെൻഡർ ജോ, നമ്മുടെ ഈ ജോയുടെ ഒക്കെ ഭാഗമൊക്കെ ആയിട്ട് ഭയങ്കര സ്വെല്ല് ചെയ്ത് ഇങ്ങനെ വീർത്തൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ എക്സ്ട്രീം കേസിലാണെങ്കിലാണ് ബ്രെയിൻ ഇൻഫ്ലമേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞതനുസരിച്ച് ഇത് കൂടുതലായിട്ട് അഫക്ട് ചെയ്യുന്നത് ആരെയാണ്? ആൺകുട്ടികളെയാണ് അല്ലെ?
ഇതിന് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് എന്നൊന്നും പറയാനായിട്ട് പറ്റൂല. നമുക്ക് എന്താ പറയാ, നമുക്ക് കെയർ ചെയ്യാൻ പറ്റും. വരാതിരിക്കാനായിട്ട് അതിനെ നോക്കാം അല്ലെ. മംസ് എന്ന് പറയുന്ന അസുഖം വരാതിരിക്കാൻ നോക്കാം. മംസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട വാക്സിൻ ആണ് ഏത്? MMR, മംസ്, മീസിൽസ്, മംസ്, റുബല്ല എന്ന് പറയുന്ന വാക്സിൻസ് ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. 15 to 18 മാസത്തിനുള്ളിലാണ് MMR വാക്സിൻ എടുക്കുന്നത്. മംസിന്റെ ബൂസ്റ്റർ ഡോസ് നമുക്ക് ഒരു കുട്ടിക്ക് 12 ഇയേഴ്സിലും കൊടുക്കാനായിട്ട് പറ്റും. സ്പെസിഫിക്കലി ഇമ്പോർട്ടന്റ് ഫോർ ആർക്കാണ്? ആൺകുട്ടികൾക്കാണ്. ആൺകുട്ടികൾക്ക് ഇമ്മച്വർ ആവുന്നതിന് മുമ്പ് മംസ് വരാണെങ്കിൽ അവര് സ്റ്റെറിൽ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇൻഫെർട്ടിൽ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. വന്ധ്യത വരുമെന്ന്. വന്ധ്യത, അത് സ്റ്റെറിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ആ മീനിങ് ആണ്. വന്ധ്യത വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിനൊരാൾ റീഡ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ദിവ്യ വായിച്ചോ. ഷെമീന നെക്സ്റ്റ് വായിക്കാം കേട്ടോ. Mumps immunization to prevent mumps is usually given when the baby is 15 to 18 months in the form of MMR, measles, mumps, rubella vaccine. Mumps booster may be given when the child is 12 years old. This is specifically important for boys. If a boy catches mumps when he immature, he may become sterile. ഓക്കെ, അപ്പൊ മംസ് എന്ന് പറയുന്ന വാക്സിൻ എത്ര ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യം മനസ്സിലായോ? ഓക്കെ, നമ്മൾ ഇന്ന് നിങ്ങളെല്ലാവരും എന്ത് ചെയ്യാം, കുട്ടികൾക്ക് എന്തെല്ലാം വാക്സിൻസ് ആണ് എടുത്തിട്ടുള്ളത് എന്നുള്ളതൊന്ന് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ഇനി റെഗുലർ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ നോട്ടഡ് ടു ബി ഫോളോഡ് സിൻസ് ദ ടൈം ഓഫ് ദ ബർത്ത് ഓഫ് ദ ചൈൽഡ് ടിൽ ദ സ്റ്റേജ് മെൻഷൻ ഇൻ ദ ഷെഡ്യൂൾ. ഇതിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഈ ഷെഡ്യൂൾസിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നാലും ഞാനത് വായിക്കാം. നമ്മളുടെ ടെസ്റ്റിൽ തന്നിരിക്കുന്ന ഷെഡ്യൂൾ വായിക്കാം. നിങ്ങൾ ഫ്രണ്ട്സ് ആരെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഷെഡ്യൂൾ ഒന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തേക്കണം കേട്ടോ. നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ പറയാ, ഈ ഇടയ്ക്ക് 2023 ലാസ്റ്റ് ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത്. അതിനുശേഷമുള്ള ഷെഡ്യൂൾ ഒന്ന് എല്ലാവരും ഒന്ന് ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ എ റെഗുലർ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ നീഡഡ് ടു ബി ഫോളോഡ് സിൻസ് ദ ടൈം ഓഫ് ബർത്ത് ഓഫ് ദ ചൈൽഡ് ടിൽ ദ സ്റ്റേജ് മെൻഷൻ ഇൻ ദ ഷെഡ്യൂൾ. നമ്മള് കുട്ടി ജനിക്കുന്നതിന് മുമ്പ് മുതൽ വേണം കേട്ടോ. സിൻസ് ബർത്ത് എന്നാ പറഞ്ഞിരിക്കുന്നത്, പക്ഷെ കുട്ടി ജനിക്കുന്നതിന് മുമ്പ് മുതലേ നമ്മൾ വാക്സിൻസ് സ്റ്റാർട്ട് ചെയ്യും അല്ലേ, കുട്ടിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ഓക്കെ, ബിഫോർ ബർത്ത് ടു ഗിവൺ ടു ദ മദർ, അമ്മയ്ക്ക് കൊടുക്കുന്ന വാക്സിൻ ആണ് ടെറ്റനസ്. TT വാക്സിൻ എടുക്കുന്നത് അമ്മ പോയി ഇരുന്നിട്ടുണ്ടാവും അല്ലെ, അമ്മമാരായവരെല്ലാവരും ഉണ്ടാവും. നമ്മൾ TT 2 വാക്സിൻ എടുത്തിട്ടുണ്ടാവും. നമ്മൾ വിചാരിച്ചാണ് അമ്മയ്ക്ക് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് TT വാക്സിൻ എടുക്കണമെന്ന്. ഗവൺമെന്റ് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടല്ല അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്, ജനിക്കാനിരിക്കുന്ന കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. കാരണം കുട്ടികൾ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും അമൂല്യമായിട്ടുള്ള എന്താണ്, സമ്പത്ത് അല്ലെങ്കിൽ നിധിയാണ്. അവർക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ വാക്സിൻസ്. അപ്പൊ ടെറ്റനസ് എന്ന് പറയുന്ന വാക്സിൻ ആണ് എടുക്കുന്നത്. പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ടെറ്റനസ്, ടെറ്റനസിൽ നിന്ന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. ദെൻ നമ്മള് as soon as possible after birth, ജനിച്ച ഉടനെ, നമ്മുടെ കുട്ടി ജനിച്ച ഉടനെ നമ്മൾ എടുക്കുന്ന വാക്സിൻ ഏതൊക്കെയാണ് അറിയോ? BCG, പോളിയോ ഡ്രോപ്സ്. BCG, പിന്നെ പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ ഇപ്പൊ എടുക്കുന്നുണ്ട്. ഓറൽ പോളിയോ വാക്സിൻ, BCG, ഹെപ്പറ്റൈറ്റിസ് ബി, അത് 24 മണിക്കൂറിനുള്ളിൽ നൽകും. ഓക്കെ, BCG വാക്സിൻ നമുക്ക് എല്ലാവർക്കും എടുത്തിട്ടുണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് സ്വയമേ ഒന്ന് വിലയിരുത്താനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ BCG വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഷോൾഡറിന്റെ ഇവിടെയായിട്ട് ചെറിയൊരു എന്തുണ്ടാവും, ഒരു സ്വെല്ലിങ്, തൊലി പുറമെ എടുക്കുന്ന ഒരു വാക്സിൻ ആണ് അപ്പോ BCG വാക്സിൻ. അപ്പൊ അത് BCGയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ബാസിൽ കാൽനെറ്റിക് ലെറിംഗ്. ഞാനത് ടൈപ്പ് ചെയ്ത് അയക്കാം കേട്ടോ. ഞാൻ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഞാനൊന്ന് ടൈപ്പ് ചെയ്ത് അയച്ചേക്കാം. 1 മിനിറ്റ് തെറ്റിയിട്ടുണ്ട്. സെറ്റിംഗ്സിൽ എന്തോ ചെറിയ പ്രശ്നം പറ്റിയിട്ടുണ്ട് കേട്ടോ.
ഒരു മിനിറ്റ്, ക്യാപ്ഷൻ എന്തോ വരുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇതില് സെർച്ച് ചെയ്തിട്ടേക്കാം കേട്ടോ. BCG ഫുഡ്. ഈ BCG വാക്സിൻ ഏത് അസുഖത്തിനെതിരെ എടുക്കുന്നതാണ്? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞങ്ങളുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് ഒരു കുട്ടിക്ക് TB ആണ്. അത് 15 വയസ്സായിട്ടുള്ള കുട്ടിക്ക്, പെൺകുട്ടിയാണ്. പക്ഷെ അതിപ്പോ ഓൾറെഡി കുട്ടി ജനിച്ചപ്പോ എടുത്തിട്ടുണ്ടാവില്ല. പിന്നെ എന്തുകൊണ്ടാ കുട്ടിക്ക് വന്നാവോലെ? എന്താണ് സ്പൈനൽ കോഡിലൊക്കെ വരും TB. എടതില്ലേ ചിലപ്പോ വേറെ ആരെങ്കിലും TB ഉള്ള ഒരാളായിട്ട് കോണ്ടാക്റ്റിലോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ? അവരുടെ അച്ചാച്ചന് TB അസുഖമായിരുന്നു. അപ്പൊ കുഞ്ഞുനാളിലൊക്കെ ഇങ്ങനെ ഈ തുപ്പലൊക്കെ ചവിട്ടി നടന്നിട്ട് അങ്ങനെ അവിടെ മൊത്തം ആകെ ഒരു പ്രശ്നമായിരുന്നു അച്ചാച്ച. അപ്പൊ അവളുടെ അമ്മ ടീച്ചറാണ്. അപ്പൊ നോക്കാൻ പറ്റാ എന്താന്ന് അറിയില്ല. അപ്പൊ അങ്ങനെ കിട്ടിണ്ടാവൂല കൊച്ചിനെ. അങ്ങനെ ആയിരിക്കോ? TB സ്പ്രെഡ് ആണ്, ഇൻഫെക്ഷൻ ഡിസീസ് ആണ്. അപ്പോ ഇപ്പൊ ആള് പഠിക്കാനൊക്കെ പോകുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ ആളിപ്പോ പഠനമൊക്കെ കഴിഞ്ഞു. ഇപ്പൊ എന്താ പറയാ, ഓഗസ്റ്റില്ല, ജൂലൈ ക്ലാസ്സിന് പോയി. ജൂലൈ മുതൽ ഇപ്പൊ കൊച്ചു കിടപ്പാണ്. അതായത് നന്നായി പഠിക്കണ പെൺകുട്ടിയാണ്. ഇപ്പൊ ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്, ആൾക്ക് നന്നായിട്ട് തണ്ടല് നന്നായിട്ട് പെയിൻ വന്നു. പെയിൻ വന്നിട്ട് കുറെ ഡോക്ടേഴ്സിനെ കാണിച്ചൊരു രക്ഷയില്ല. എറണാകുളത്ത് പോയപ്പോ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അവര് ഇങ്ങനെ സ്പൈനൽ നോക്കി, തണ്ടലിന്റെ മെയിൻ സ്പെഷ്യലൊക്കെ നോക്കി വരുമ്പോഴാണ് പറഞ്ഞത് അവിടെ വീക്കം വന്നിട്ട് സ്പൈനലില് TB ആണ് കൊച്ചിന്. കിടപ്പാണ്. ആൾക്ക് എണീക്കാനും പറ്റില്ല, ഒന്നൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആർക്കെങ്കിലും ഉണ്ടോ ചോദിച്ചു അവരുടെ. അപ്പൊ ഹെറിഡിറ്ററി മീൻസ് അവരുടെ അച്ചാച്ചനെ ആളാണെങ്കിൽ ആ അച്ചാച്ചൻ എപ്പോഴും സെന്റർ ചെയ്ത് തുപ്പും. ആളൊന്ന് പുറത്ത് പോയിട്ട് പോയി തുപ്പില്ല, അവിടെ ഇരുന്ന് തന്നെ തുപ്പും. എവിടെയാണ് സ്ഥലം അവിടെ ഇരുന്ന് തന്നെ തുപ്പും. അപ്പൊ അവര് ഡോക്ടർമാർ പറയണത് ഇനി നടക്കുമ്പോഴൊക്കെ അൺഹൈജീനിക് ആയിട്ടുള്ള സ്ഥലത്താണോന്നും അറിയില്ല. അപ്പൊ ഇപ്പൊ ആൾക്ക് എണീക്കാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ക്ലാസ്സുകളൊക്കെ മുടങ്ങി ആകെ ഒരു കുടുംബമായി മാറിയത്. നല്ല സ്മാർട്ട്നെസ് ആയ കുട്ടിയാണ്. ആൾക്ക് ഇപ്പോഴും ട്രീറ്റ്മെന്റിൽ നടന്നുകൊണ്ടിരിക്കുന്നു പറഞ്ഞു. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്നും അവർ പുറത്ത് പറഞ്ഞില്ല. പെൺകുട്ടിയല്ലേ, വേറെ കാര്യങ്ങളൊന്നും പറയണില്ല. അതാ ചോദിച്ചത് സ്പൈനൽ. അപ്പൊ നമ്മള് കഫിംഗ് ഒക്കെയുള്ള കൂടുതൽ വരിക, അതൊന്നും ഇല്ല അവർക്ക്. അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ആൾക്ക് എണീക്കാൻ പറ്റില്ല, സ്പൈനലില് പ്രശ്നം വന്നാക്കണേ. അതിപ്പോ ഇനി ട്രീറ്റ്മെന്റ് മാറോ? സ്പൈനൽ അല്ലേടാ, അതാണ് പ്രശ്നം. സ്പൈനലിനെ അഫക്ട് ചെയ്താല് തളർന്നിട്ടുണ്ടോ? ആൾക്ക് എഴുന്നേക്കാനൊന്നും പറ്റുന്നില്ല, തളർച്ചയായിട്ടുണ്ടോ? നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അവരൊന്നും പറയണില്ല. നമ്മൾ ഒരു വട്ടം പോയി കണ്ടു കുട്ടീനെ. അപ്പോൾ ആള് കിടപ്പാണ്. അപ്പൊ മോനെ എങ്ങനെ പോയത്? പോയ സമയത്ത് മാസ്ക് യൂസ് ചെയ്താണ് പോയത്? അതൊക്കെ മാസ്ക് ഞങ്ങൾ ദൂരെ നിന്ന് കണ്ടത്. അയൽവക്കത്ത് കുറച്ചു പേർക്ക് മാത്രമേ അറിയുള്ളൂ എന്ത് സംഭവം എന്നൊക്കെ. ബാക്കിയൊന്നും പുറത്തൊന്നും അവര് പറഞ്ഞിട്ടില്ല. നമുക്ക് അതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെ അവർക്ക് വിഷമം കാര്യങ്ങളൊക്കെയാ. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. നടക്കുന്നുണ്ടോ കൊച്ച്, എണീക്കുന്നുണ്ടോ എന്നൊരു കാര്യം നമുക്കൊന്നും അറിയണില്ല. എന്താ ഉണ്ടാവണമെന്നൊന്നും അറിയില്ല. അവര് ഹോസ്പിറ്റലിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. അതിപ്പോ കിടത്തി കൊണ്ടുപോകണമെന്ന് തോന്നുന്നു. കുട്ടി നടക്കുക കാര്യങ്ങളൊന്നും ചെയ്യണില്ല. അപ്പൊ നമുക്ക് ജസ്റ്റ് കാണാം പുറത്തൊക്കെ. ആള് കിടപ്പ് തന്നെ തോന്നുന്നുണ്ട്. സ്പൈനലിൽ പറ്റിയതാണ് ഏറ്റവും വലിയൊരു വിഷമമായേ. ഇപ്പൊ കഫിംഗ് ഒക്കെ ആണെങ്കിൽ പിന്നെയും ആള് ഇരിക്കണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് പറയാം. അച്ഛന് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? അച്ചാച്ചൻ ആള് മരിച്ചു. ആള് എന്താ പറയാ, ക്യാൻസർ ആയിട്ട് തന്നെയാണ് ആള് മരിച്ചത്. ആൾക്ക് TB ഉണ്ട്. പിന്നെ ത്രോട്ടില് മൊത്തം ഒരു 2-3 കൊല്ലം മുമ്പ് ആള് മരിച്ചു. അത് കഴിഞ്ഞ ശേഷമാണ് ഇപ്പൊ ഈ കൊച്ചിന് ഇപ്പോഴാണ് വന്നത്. അതിന് മുമ്പ് ഒരു കുഴപ്പമുണ്ടായില്ല. ഇപ്പൊ ഓഗസ്റ്റില് ഓൾറെഡി വൈറസ് ബോഡിയിൽ എൻറ്റർ ചെയ്തിട്ടുണ്ടാവൂടാ. പിന്നെ അവർക്ക് വീക്കായി. ഡോക്ടർമാർ പറയണത് ഈ ചെറുപ്പത്തെ കുട്ടികൾക്ക് കുറച്ചും കൂടി ഇമ്മ്യൂണിറ്റി ഉണ്ടെന്ന്. കുറച്ചും കൂടി അവർക്ക് എന്തെങ്കിലും കാര്യം ഇമ്മ്യൂണിറ്റി ഇല്ലാത്തപ്പോ പെട്ടെന്ന് അങ്ങനെ എഫക്ട് ചെയ്തെന്ന് പറയണേ. കാരണം വല്ല പനിയോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടാവും ആൾക്ക്. അപ്പൊ ആ സമയത്ത് നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ കുറച്ച് വീക്ക് ആയിട്ടുണ്ടാവും. വേറെ എന്തെങ്കിലും അസുഖം വരുമ്പോൾ ആണ്, നമ്മളിപ്പോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടല്ലോ, ഹെപ്പറ്റൈറ്റിസ് B പോലുള്ള അസുഖം നമുക്ക് വേറെ എന്തെങ്കിലും അസുഖം വരുമ്പോഴാണ് അത് കൂടുതലായിട്ട് നമ്മൾ അഫക്ട് ചെയ്യുന്നത്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കുറച്ച് വീക്ക് ആകുമ്പോൾ അത് വീണ്ടും വരും. ഹെപ്പറ്റൈറ്റിസ് B അങ്ങനെയാ, പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാനായിട്ട് പറ്റാത്തൊരു ഹെപ്പറ്റൈറ്റിസ് ആണ്. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പോ ഡിറ്റി പറഞ്ഞല്ലോ അവരുടെ അവസ്ഥ. പക്ഷേ നമ്മളിപ്പോ ഈ വാക്സിൻ എല്ലാം എടുക്കുന്നത് നമ്മളിപ്പോ കറക്റ്റ് ആ
കുട്ടിക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. കാരണം എല്ലാ നേഴ്സുമാരും ചിലത് പഠിച്ചിറങ്ങി അങ്ങനെയൊക്കെയുള്ള പുതിയ നേഴ്സുമാരൊക്കെ ഉണ്ടാകുമ്പോൾ അവരൊക്കെ ഇഞ്ചക്ഷൻ എടുക്കുന്ന, അതായത് ലോഡ് ചെയ്യുന്ന സമയത്ത് കൂടുതലും ചിലപ്പോൾ ഈ സിറിഞ്ച് മേലോട്ടാക്കുമ്പോൾ കറക്റ്റ് ഡോസ് തന്നെ കുട്ടിക്ക് കൊടുക്കണം എന്നില്ല, അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പം ഇങ്ങനെ പിന്നെ എന്താ പറയാ, വാക്സിൻ എടുത്ത അസുഖങ്ങൾ വീണ്ടും വരുന്ന ആൾക്കാർക്കെല്ലാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളത് വരുന്നുണ്ട്. പിന്നെയും വാക്സിൻ എടുത്തിട്ടുണ്ടല്ലോ പിന്നെന്താ വീണ്ടും വന്നേന്നെല്ലാം ചോദിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇമ്മ്യൂണിറ്റി പവർ കുറയാനെല്ലാം ചാൻസ് ഉണ്ട്. കറക്റ്റ് ആയിട്ട് ഡോസ് കൊടുത്തില്ലെങ്കിൽ അല്ലേ? അതെ, കറക്റ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കുട്ടിക്ക് പിന്നെ വാക്സിൻ എടുക്കുന്ന സമയത്ത് അവര് സിറിഞ്ചിൽ കറക്റ്റ് ലോഡ് ചെയ്യുന്നുണ്ടോ, കുട്ടിക്ക് കറക്റ്റ് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് അതിലേക്ക് കൊടുക്കുന്നുണ്ടോ എന്നെല്ലാം നോക്കണം. മാം അതുമല്ല, എൻ്റെ മോനുണ്ടല്ലോ, അവന് BCG വെച്ച് കഴിഞ്ഞ് ഒരു 6 months എല്ലാം കഴിഞ്ഞാണ് ഷോൾഡറിന്റെ അടുത്ത് കഴുത്തിന്റെ അടുത്താന്ന് തോന്നുന്നു അവരിങ്ങനെ ഉരുണ്ടു വന്നു. അപ്പൊ നമ്മ ആദ്യം ഞാൻ കുട്ടീനെ കാണിച്ചു ഹോസ്പിറ്റലിൽ. അപ്പൊ അവര് പറഞ്ഞു അത് കുഴപ്പമില്ല, അത് എന്തേലും ഇതായതായിരിക്കും, നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കാന്ന് പറഞ്ഞു. പിന്നെ ഇത് പോകുന്നില്ല, പിന്നെ ഇതിങ്ങനെ ഉരുണ്ടു വന്നിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അവര് പറഞ്ഞു നമുക്ക് സർജറി ചെയ്യാം, അത് കീറിയെടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കാരണം ചോദിച്ചു അതെന്താ അങ്ങനെ വരാൻ എന്താ കാരണം. അപ്പൊ റിപ്പോർട്ടിന് അയക്കുമല്ലോ അവര്, അത് കഴിഞ്ഞ് വന്നിട്ടാകുമ്പോ അവര് പറഞ്ഞു BCGയുടെ മരുന്ന് അവരുടെ ശരീരത്തിൽ കയറാണ്ട് അവിടെ ഉരുണ്ടു വന്നു പുറത്ത് വന്നു. അത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളത് വന്നിട്ട് BCGയുടെ മരുന്ന് കൊടുത്തിട്ട് പൊട്ടിപ്പോണോ അല്ലേ റിജു? അത് പൊട്ടിപ്പോയായിരുന്നു ആദ്യം. പനിക്കോ ചെയ്യുമല്ലോ, പനിക്കോ ചെയ്യണം. പനിക്കല്ലെങ്കിൽ പനിക്കോ ചെയ്തു. പക്ഷെ അത് 1000-ൽ 1 കുട്ടിക്ക് മാത്രമേ വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ അപൂർവമായിട്ട് മാത്രമേ വരലുള്ളൂ. അതെ, ഇഞ്ചക്ഷൻ വെച്ച ഭാഗത്ത് ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ അപ്പൊ തന്നെ കാണിക്കുകയും വേണം. അതൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോ ഇത് ഉരുണ്ടു വന്നു. പക്ഷെ എല്ലാ നേഴ്സുമാർക്കും എന്റെ അഭിപ്രായത്തില് പിന്നെ കറക്റ്റ് ഡോസ് കൊടുക്കാൻ, കാരണം പ്രൈവറ്റിൽ നിന്നെല്ലാം കൊടുക്കുന്ന കൂടുതൽ, ഞാൻ പ്രൈവറ്റില് വർക്ക് ചെയ്ത്, അപ്പൊ കൂടുതൽ കറക്റ്റ് അവർക്ക് അറിയണം എന്നില്ല. ഇല്ല ഇത് നേഴ്സിനെ പറയാനില്ല കേട്ടാ. നേഴ്സ് എന്ന് പറഞ്ഞാല് കുറച്ച് ഏജ്ഡ് ആയതാണ്. എന്നെ പ്രസവിച്ചപ്പം എനിക്ക് സിസ്റ്റർ ആവുന്നു. അത്ര ഏജ്ഡ് ആയി, അത്ര എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ പറഞ്ഞപ്പോ അവർക്ക് തന്നെ സങ്കടം ഇപ്പൊ ഇതിങ്ങനെ ഞാനല്ലേ വെച്ചേന്നില്ല ഒരു ഇല്ല. കുഴപ്പമില്ല, അത് അപൂർവം വരുന്ന കേസാണ്. അത് കഴിഞ്ഞ് ഒരു 2-3 വയസ്സായി കാണും. അപ്പത്തേനും ഇവിടെ അച്ഛന് TB വന്നു. അപ്പൊ മോന് 5 വയസ്സിന് താഴെ ഇല്ല കുട്ടി 6 മാസം ടാബ്ലറ്റ് കഴിക്കണം. ഇവൻ 6 മാസം ടാബ്ലറ്റ് കഴിച്ചു. 5 വയസ്സിന് താഴെ ഇല്ല കുട്ടി ആ വീട്ടിൽ TB വന്ന് അവരെ വീട്ടിലുണ്ടെങ്കിൽ ഇവര് 6 മാസം ടാബ്ലറ്റ് കഴിക്കണം. അതും കഴിച്ചു ഇവൻ. അപ്പൊ ആ ഡിറ്റിയുടെ കേസിൽ ആ കുട്ടിക്ക് ചിലപ്പോൾ ടാബ്ലറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടാവില്ലടാ. അതായത് TB വന്ന പേഷ്യന്റിനില്ലേ മിസ്സേ, ഒരു മെഡിസിനും അവരെ ശരീരത്തിന് എഫക്ട് ചെയ്യും. അതായത് അസുഖങ്ങൾ മാറാനുള്ള മരുന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാല് അത് അവരെ ശരീരത്തിന് മാറൂല. അങ്ങനെയുണ്ട്, എന്താ പറയാ, എഫക്ട് ചെയ്യൂല എന്ന് പറയില്ലേ നമ്മള്, മെഡിസിൻ എല്ലാം കൊടുത്തു കഴിഞ്ഞാല്. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു പേഷ്യന്റ് ഉണ്ട്, TB വന്ന്. അത് എനിക്ക് ഇന്നും സങ്കടം. ഒരു 1.5 മാസത്തോളം ഹോസ്പിറ്റലിൽ എന്റെ വാർഡിൽ ഉണ്ടായിരുന്നു. ഇല്ല, അവര് TB കാരണം തന്നെ മരണപ്പെട്ടു. ചിലയാളെ ശരീരത്തിലെ മെഡിസിൻ എഫക്ട് ചെയ്യുള്ളൂ, ചില TB ഉള്ള കേസിന് മെഡിസിൻ എഫക്ട് ചെയ്യൂല. അത്ര ഇഞ്ചക്ഷൻ മാറ്റി ഡോസ് കൊടുത്തിട്ടും. ബാക്കി പറഞ്ഞു. മനസ്സിലായില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് സോങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ആരും സൈൻ ഔട്ട് പറയുന്നേ? ഞാനാണ് മിസ്. ഇന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത അപർണ മിസ്സിന് ഒരുപാട് താങ്ക്സ്. വാക്സിനെ കുറിച്ചും അത് എടുത്തില്ലെങ്കിലുള്ള പ്രോബ്ലംസിനെ കുറിച്ചും ഒക്കെ
നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതുപോലെ തന്നെ പ്രയർ ചൊല്ലിയ ഫാരിസ, തോട്ട് പറഞ്ഞ റുബീന, സൈനിൻ പറഞ്ഞ വിസ്മിയ, എല്ലാവരും നന്നായി തന്നെ പെർഫോം ചെയ്തു. പിന്നെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ.